കുപ്പയിലെ മാണിക്യമെന്നൊക്കെ ചില വ്യക്തികളെക്കുറിച്ച് ആലങ്കാരികമായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജീവിതത്തിലെ കഠോരമായ പ്രതിസന്ധികളെ അതിജീവിച്ച് പിന്നീട് വലിയ വിജയം നേടിയവരെ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കുപ്പയിലെ മാണിക്യമെന്നൊക്കെ വിശേഷിപ്പിക്കാറ്. ഇവിടെ ഇതാ ഒരു വ്യക്തി അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിരുന്ന ഒരു മനുഷ്യൻ, ശരിക്കും കുപ്പയിൽ കടന്ന ഒരു ജീവിതം. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് ആർക്കും വേണ്ടാതെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് റോഡ് വക്കിൽ കിടന്ന് വെയിറ്റിംഗ് ഷെഡിൽ താമസിച്ച് അങ്ങനെയൊക്കെ ജീവിച്ചു വന്ന, മാനസിക വിഭ്രാന്തിക്ക് പോലും അടിമപ്പെട്ടു പോയ ഒരു സഹോദരൻ ദൈവവചനം കേട്ടപ്പോൾ, യേശു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ അതിശയകരമായ മാറ്റം എന്ന് മാത്രമല്ല, ഇന്ന് 10,000-ങ്ങൾക്കൊരു അനുഗ്രഹമാകത്തക്ക വിധത്തിൽ അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ഇടയിലുണ്ട്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് കാഞ്ചിയാർ സ്വദേശി ബ്രദർ രാജൻ കാഞ്ചിയാർ ഇന്ന് തീ പിടിച്ചവരിൽ നമ്മളോട് തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ബ്രദറെ, സ്വാഗതം. വളരെ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളുള്ളവരാണ് ഈ തീപിടിച്ചവർ എന്ന ശുശ്രൂഷയിലൂടെ നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ കടന്നു വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ബ്രദറിൻ്റെ ജീവിത അനുഭവങ്ങൾ വളരെ വളരെ വ്യത്യസ്തമാണ്. അനേകായിരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം തിരഞ്ഞെടുത്ത, ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങ്. അങ്ങയുടെ അനുഭവങ്ങൾ കേൾക്കാനായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വളരെയധികം താല്പര്യമുണ്ട്. ശരിക്കും അങ്ങൊരു കുപ്പയിൽ കിടന്ന വ്യക്തിയായിരുന്നു എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അതിന് വഴിവെച്ച സാഹചര്യം എന്തായിരുന്നു? അതിന് വഴിവെച്ച സാഹചര്യങ്ങൾ, എൻ്റെ വീട്, ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിൽ കുളത്തൂർമൊഴിക്കടുത്ത് മുണ്ടത്താനം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അവിടെ 40 വയസ്സ് പ്രായമുള്ള ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ 4ാമത്തെ മകനായിട്ടാണ് ജനിച്ചത്. ഞാൻ ജനിച്ചതിൻ്റെ 30ാമത്തെ ദിവസം എൻ്റെ പിതാവ് എന്നേക്കുമായി എന്നെ ഉപേക്ഷിച്ചു പോയി. എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ മാനുഷിക തലത്തിലൊരു വ്യക്തിയെ അച്ഛാന്ന് വിളിക്കാനോ ഒരു പിതാവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാനോ എനിക്ക് സാധിച്ചില്ല. പിതാവില്ലാത്ത എന്നെ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടാണ് അമ്മ വളർത്തിക്കൊണ്ട് വന്നത്. അന്ന് മറ്റുള്ള വീടുകളിൽ പോയി അരി ഇടിച്ചു കൊടുത്തും മുളകിടിച്ചു കൊടുത്തും അങ്ങനെ ഈ കല്ലൊരലിനകത്ത് ഇരുമ്പൊലൊക്കെ കൊണ്ട് വിവിധ സാധനങ്ങളൊക്കെ ഇടിച്ചു പൊടിച്ചു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു അമ്മയുടേത്. വീട്ടിലെ പണികളായിരുന്നു. എൻ്റെ നന്നേ ചെറുപ്പത്തിൽ തന്നെ അമ്മയ്ക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഒരു പശുക്കിടാവ് ഒരു കയ്യാലിൽ ചേർത്ത് വെച്ച് ഇടിച്ചതിൻ്റെ ഫലമായും, പിന്നെ അമ്മയുടെ പേരിലുള്ള 47 സെൻറ്റ് വസ്തുവിൽ മറ്റ് ചില ബന്ധുക്കളൊക്കെ നിറയെ കൃഷി ചെയ്തിരിക്കുമായിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുക്കൾ കന്നുകാലികളൊക്കെ അഴിച്ചുവിട്ട് ഈ കൃഷിയൊക്കെ നശിപ്പിക്കും. കൃഷി നശിപ്പിച്ചതിൻ്റെ വാശിയിൽ അമ്മ ഇതിനെ പിടിച്ച് കെട്ടിയിടും. പശുവിനെ കറക്കാറൊക്കെ ആകുമ്പോൾ ഈ കിടാങ്ങളില്ലാതെ അതിൻ്റെ പൂർണ്ണതയിൽ അതിനെ കറക്കാൻ പറ്റാത്തത് കൊണ്ട് ബന്ധുക്കൾ വന്നതിനെ ചോദിക്കുമ്പം അമ്മ അതിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ വരുമ്പം അമ്മയുമായിട്ട് ഈ ബന്ധുക്കളിലെ പ്രായമായ 3-4 ആൺമക്കൾ ചേർന്ന് വഴക്കുണ്ടാകുമായിരുന്നു. അവരത് ഈ ക്രൂരമായ രീതിയിൽ അമ്മയെ മർദ്ദിക്കുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ അവരുടെ മർദ്ദനത്തിനിരയേറ്റ് ഒരു തെങ്ങിൻ ചോട്ടിൽ കമിഴ്ന്ന് കിടക്കുന്ന അമ്മ സമയം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാതെ വന്നപ്പോൾ നാട്ടുകാർ അമ്മയെ നിവർത്തിയിടുമ്പം അമ്മയുടെ ബോധമെല്ലാം നഷ്ടപ്പെട്ട് അമ്മയുടെ പല്ലും നാക്കും കൂടെ കൂട്ടിക്കടിച്ച് അമ്മയുടെ വായിൽ നിന്ന് രക്തമൊക്കെ പുറത്തേക്ക് ഒഴുകി ഇറങ്ങുന്ന ഒരു കാഴ്ചയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വളർത്താൻ ആരോഗ്യം അനുവദിക്കാതെ വന്ന സാഹചര്യത്തിൽ എന്നെ ഉപേക്ഷിക്കാനായിട്ട് എൻ്റെ അമ്മ തീരുമാനിച്ചു. അപ്പോൾ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് സെൻറ്റ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു അനാഥ മന്ദിരമുണ്ട്. ആ അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയി എന്നെ ഉപേക്ഷിക്കാനായിട്ട് അമ്മ മണിയടിച്ച് കന്യാസ്ത്രീ അമ്മമാർ, അതായത് അമ്മയ്ക്ക് ഈ 4 മക്കളെ നോക്കാനായിട്ടുള്ള നിവൃത്തിയില്ലാത്തതുകൊണ്ട്. അതെ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് 4 മക്കളില്ല. എനിക്ക് ഓർമ്മയുള്ളപ്പം 2 പേരും മരിച്ചു. പിന്നെ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. ആ ചേട്ടൻ ഞാൻ ജനിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് ചേട്ടൻ വീട് വിട്ടുപോയി. പിന്നെ എനിക്കൊരു 9 വയസ്സുള്ളപ്പോഴാണ് ചേട്ടൻ മടങ്ങി വരുന്നത്. അപ്പോൾ അതുവരെ 9 വയസ്സ് വരെ ചേട്ടനെയും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ കന്യാസ്ത്രീ അമ്മമാർ ഇറങ്ങി വരുന്ന ഒരു ഗ്യാപ്പിൽ അവസാനമായി അമ്മ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ അന്ന് വരെ ഇല്ലാത്ത ഒരു ചിരിച്ച് കാണിച്ചെന്നാണ് പറയുക. എന്തായാലും എത്ര വയസ്സുണ്ടായിരുന്നു? ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ളപ്പം. അപ്പോൾ എൻ്റെ ചിരി കണ്ട് മയങ്ങിയിട്ടാകാം എൻ്റെ അമ്മയ്ക്ക് എന്നെ അവിടെ ഉപേക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം ഞാനിങ്ങനെ അമ്മയെ വേദനിപ്പിക്കുന്ന അവസരത്തിൽ അമ്മ പറയുമായിരുന്നു, അന്ന് നിൻ്റെ ചിരി കൊണ്ട് മയങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഗതിയൊന്നും വരുവേലായിരുന്നു എന്ന് വേദനയുടെ നടുവിൽ അമ്മ പറയാറുണ്ടായിരുന്നു.
അങ്ങനെ എന്നെ എടുത്തോണ്ട് അമ്മ മുണ്ടത്താനത്ത് തിരിച്ചു വന്നു. ജോലി ചെയ്ത് വളർത്താൻ മാർഗ്ഗമില്ല. ഗവൺമെൻറ് നിർത്തിയില്ല. ഇല്ലില്ല. ജോലി ചെയ്ത് കന്യാസ്ത്രീമാർ ഇറങ്ങി വന്നപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി വന്നതാണ്, തിരിച്ചു പോകാനായിട്ട് വണ്ടിക്കൂലിയില്ല, അതിന് വന്നതെന്ന് പറഞ്ഞ് അവരങ്ങനെ വണ്ടിക്കൂലിയൊക്കെ കൊടുത്ത് തിരിച്ചു വന്നു. അങ്ങനെ ജോലി ചെയ്ത് വളർത്താൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് പിന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന വീടുകളിൽ ചെന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ട് വന്ന് അമ്മ എന്നെ വളർത്താനായിട്ട് ആരംഭിച്ചു. ശരിക്കും ചെറുപ്പകാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഭിക്ഷക്കാരിയായ അമ്മയുടെ വിരൽത്തുമ്പിലും തുണിത്തുമ്പിലും പിടിച്ച് വീട് വീടാന്തരം കയറി ഇറങ്ങി ഭിക്ഷ യാചിച്ച് നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രമാണ് ബാല്യകാലത്തെക്കുറിച്ച് പറയുമ്പം മനസ്സിലുള്ള ഒരു ഓർമ്മയെന്ന് പറയും. അത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ 24-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വീട് തെണ്ടിയുള്ള ജീവിതം ശോചനീയമാണ്, വാ പൊത്തി നിൽക്കേണ്ടി വരുമെന്ന വചനം പറയുക. അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്ന 100 കണക്കിന് വീടുകളുടെ അടുക്കളവാതിക്കൽ പോയി ഒരല്പം ആഹാരത്തിന് വേണ്ടി മണിക്കൂറുകളോളം കൈകെട്ടിയും വാപത്തിയും ഒക്കെ നിൽക്കേണ്ടി വന്നൊരവസ്ഥ ചെറുപ്പകാലത്തിൽ ഒരു 10 വയസ്സ് വരെയൊക്കെ നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഈ വീട് ബന്ധുക്കളിൽ ആരോ ഒരാൾ തീയിട്ട് നശിപ്പിച്ചു. വളരെ അത്ഭുതകരമായ രീതിയിൽ അഗ്നിയുടെ നടുവിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷേ രക്ഷപ്പെട്ടു എന്നതിനേക്കാൾ ഉപരി ദൈവം തൻ്റെ പദ്ധതിയാൽ രക്ഷപ്പെടുത്തിയതാണെന്ന് യേശുവിനെ അറിഞ്ഞതിന് ശേഷം മനസ്സിലായി. അങ്ങനെ അവിടെ വീണ്ടും ഒരു വീട് വെച്ച് താമസിച്ചാൽ അത് ജീവന് കൂടി അപകടമാണെന്ന് മനസ്സിലാക്കിയ അമ്മ അവിടെ ഉണ്ടായിരുന്ന വസ്തുവകളെല്ലാം വിറ്റ് അവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് നെടുങ്കുന്നം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് താമസം ആരംഭിച്ചു. നെടുങ്കുന്നത്ത് താമസം ആരംഭിച്ച് 5ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സുകാരനായ ഒരു അയൽക്കാരനായ ഒരു വിദ്യാർത്ഥിയോട് കൂടി 5-8 തേങ്ങ മോഷ്ടിച്ച് ഒരു കടയിൽ വിൽക്കുവാനായിട്ട് കൊണ്ടുവന്നു. എൻ്റെ കൂടെയുള്ളത് ആ നാട്ടിലെ അന്ന് ഏറ്റവും പേര് കേട്ട ഒരു കള്ളൻ്റെ മകനായിരുന്നതുകൊണ്ട് ഞങ്ങളിത് മോഷ്ടിച്ചതാണ് കടക്കാരന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളെ ഇരുവരെയും പിടിച്ച് കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിലാക്കി. കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്കും നാട്ടിലേക്കും ചെന്നപ്പോൾ കള്ളൻ എന്ന് വിളിക്കുവാനായിട്ട് ആരംഭിച്ചു. കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കള്ളൻ എന്ന് വിളിക്കുവാനായിട്ട് ആരംഭിച്ചു. അല്ലെങ്കിൽ തന്നെ ബന്ധുക്കളുടെ ഇടയ്ക്ക് നമുക്ക് നല്ല അവഗണനയായിരുന്നു. കാരണം അപ്പനില്ലാതെ വളർന്നതുകൊണ്ട് അവർ പലരും വിളിച്ചുകൊണ്ടിരുന്നത് തന്തയില്ല മോനെ എന്നാണ്. കുറേ ആൾക്കാർ നീ നന്നായാലും നശിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരാണ്. കുറേ ആൾക്കാർ നമ്മളെ വീട്ടിൽ കയറ്റാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം കൂടെ ആയപ്പോഴത്തേന് അവരൊക്കെ കൂടുതൽ വെറുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ വിദ്യാഭ്യാസം എല്ലാം അവസാനിപ്പിച്ച നെടുങ്കുന്നം ടൗണിലെ മാർക്കറ്റിൽ ചെറിയ 5ാം ക്ലാസ് വരെ പോയുള്ളൂ. 5ാം ക്ലാസ് വരെ പോയുള്ളൂ. അങ്ങനെ നെടുങ്കുന്നം മാർക്കറ്റിൽ കള്ളൻ എന്നുള്ള ഒരു പേരും കൂടെ അപ്പം വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. അങ്ങനെ നെടുങ്കുന്നം ടൗണിലെ മാർക്കറ്റിൽ പച്ചക്കറി മാർക്കറ്റിൽ ചെറിയ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങിച്ചെന്നു. പിന്നെ വാനയിലൊക്കെ മില്ലുകളിൽ നിന്നൊക്കെ തടിമില്ലിൽ നിന്നൊക്കെ സാധനം കയറ്റാനൊക്കെ കൂടും. അങ്ങനെ ഒരു തെരുവ് ജീവിതം അങ്ങോട്ട് ആരംഭിച്ചു. അവിടെ വെച്ചാണ് ആ തെരുവിലുള്ള അന്നും ഇന്നും എനിക്ക് പ്രിയങ്കരായ 10-11 വരുന്ന എൻ്റെ കൂട്ടുകാർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കഞ്ചാവിലേക്കും മദ്യത്തിലേക്കും നയിച്ചു. അപ്പോൾ ഒരു 10-15 വയസ്സൊക്കെ ആയപ്പോഴത്തേനും കഞ്ചാവിനും കള്ളിനും ഒക്കെ അടിമയായ ഒരു തെരുവ് ജീവിതം ആരംഭിച്ചു. ബ്രദറെ, അതിനേക്കാൾ ഉപരിയായിട്ട് പറഞ്ഞാൽ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു വ്യക്തിക്ക് ലഭിക്കുവാൻ അർഹത ഉണ്ടായിട്ടും ആ വ്യക്തിക്ക് നിഷേധിക്കപ്പെടുന്ന സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖമെന്നാണ് ഗാന്ധിജി പറഞ്ഞു. ഒരുപക്ഷെ എൻ്റെ ജീവിതാനുഭവങ്ങൾ ഗാന്ധിജി പറഞ്ഞത് 100% ശരിയാണെന്ന് എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു. കാരണം ഒരു പിതാവിനെ കാണുവാൻ പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിച്ചില്ല. പകലന്തിയോളം ഭിക്ഷ യാചിച്ച് സന്ധ്യാസമയത്ത് ഒരു തുണിസഞ്ചിക്കകത്ത് പച്ചരിയും ചാക്കരിയും കുത്തരിയും നാണയത്തൊട്ടുകളും മറ്റുള്ള വീടുകളിൽ നിന്ന് കിട്ടുന്ന പലഹാരത്തിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് അമ്മ വീട്ടിലേക്ക് കയറി വന്നാൽ അതൊരു പായലോ ചാക്കലോ ഒക്കെ കുടഞ്ഞിട്ട് അതിൽ നിന്ന് സാധനങ്ങളെല്ലാം വേർതിരിച്ച് വരുമ്പം രാത്രി വളരെയേറെ വൈകും. ആ വൈകുന്ന വേളയിൽ അല്പം ആഹാരവും തന്നിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുന്ന അമ്മയ്ക്ക് മകനെ സ്നേഹം പ്രകടിപ്പിച്ച് കാണിക്കാനുള്ള സമയം ജീവിതത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ നടുവിൽ ആവോളം ലഭിച്ചില്ല എന്ന് പറയുന്നതാണ് ശരി. കാരണം സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ജീവിതത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ നടുവിൽ അത് പ്രകടിപ്പിക്കാനുള്ള സമയമൊന്നും അമ്മയുടെ ജീവിതത്തിൽ ആവോളം ലഭിച്ചില്ല. കാരണം പിറ്റേ ദിവസം നേരത്തെ കിടന്നുറങ്ങിയാലല്ലേ പിറ്റേ ദിവസം എഴുന്നേറ്റ് ഭിക്ഷയാചിക്കാനൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്മയിൽ നിന്ന് അതിൻ്റെ സ്നേഹം പൂർണ്ണതയിൽ സ്വീകരിക്കാനായിട്ട് അനുഭവിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ സ്നേഹം തരേണ്ടത് സഹോദരങ്ങളാണ്. എനിക്ക് ഓർമ്മയുള്ളപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 സഹോദരങ്ങൾ മരിച്ചു, പിന്നെ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. ആ ചേട്ടനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് ചേട്ടൻ വീട് വിട്ടുപോയി. എനിക്ക് 9 വയസ്സുള്ളപ്പം ചേട്ടൻ മടങ്ങി വന്നു. ചേട്ടൻ മടങ്ങി വന്ന് കൂട്ടുകൂടിയത് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ചില ബന്ധുക്കളുടെ കൂട്ടത്തിലാണ്. അവരുടെ കൂടി ചേട്ടനും ഞങ്ങളെ ദ്രോഹിക്കുവാനായിട്ട് ആരംഭിച്ചു. ഒരു വേള അവരുടെ വാക്ക് കേട്ട് എന്നെ കൊല്ലാൻ പോലും പരിശ്രമിച്ച ഒരു സഹോദരനിൽ നിന്ന് ഒരു സഹോദരൻ്റെ സ്നേഹം എന്താണെന്ന് അനുഭവിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ സ്നേഹം തരേണ്ടത് ബന്ധുക്കളാണ്. അവർ പലരും തന്തയില്ല മോനെന്ന് വിളിച്ച് മാറ്റി നിർത്തുന്നവർ, ശേഷിക്കുന്നതിൽ ഒരു വിഭാഗം എൻ്റെ അകൃത്യങ്ങൾ മൂലം എന്നെ വീട്ടിൽ കയറ്റാത്തവരാണ്. പിന്നെ ശേഷിക്കുന്ന ഒരു വിഭാഗം നീ നന്നായാലും നശിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരാണ്. പിന്നെ പറഞ്ഞാൽ ആ കാലയളവിൽ ഒരു അല്പം സ്നേഹം അനുഭവിക്കാൻ പറ്റിയത്
ഈ ടൗണിലുള്ള മാർക്കറ്റിലുള്ള ആ കൂട്ടുകാരുടെ കഞ്ചാവ് പിടിക്കുന്ന അവരിൽ നിന്നാണ് മദ്യത്തിന് അടിമകളായിട്ടുള്ള അവരിൽ നിന്നാണ് ഈ സ്നേഹമൊക്കെ എന്താണെന്നൊന്ന് അറിഞ്ഞത്. അതെ. പിന്നെ സ്നേഹം തരേണ്ടത് കൂട്ടുകാരാണ്. എനിക്ക് സ്കൂളിലൊന്നും ചെന്നാൽ അവിടെയും കൂട്ടുകാരില്ലായിരുന്നു. എൻ്റെ അമ്മ ഇങ്ങനെ ഓരോ വീടുകളിലെ വിഷയയച്ച് കടന്ന് ചെല്ലുമ്പോൾ എൻ്റെ സമപ്രായക്കാരായ കുഞ്ഞുങ്ങൾ ഉപയോഗിച്ച് കീറി പറഞ്ഞു പോയ ഉടുപ്പും നിക്കറും ഒക്കെ അമ്മയ്ക്ക് കൊടുക്കും. അമ്മ അത് കൊണ്ടുവന്ന് കൈത്തയ്യൽ തയ്ച്ച് അത് ഇടാനായിട്ട് തരും. അങ്ങനെ തുന്നി തയ്ച്ച് ഉടുപ്പും നിക്കറും ഒക്കെ ഇട്ട് പിന്നെ കറുത്ത് പടച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കറുപ്പായിന്നും പാണ്ടിക്കാരെന്നും ഒക്കെ വിളിച്ച് കൂട്ടുകാരൊക്കെ അകറ്റി നിർത്തുകയാണ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും നഷ്ടപ്പെട്ടു പോയ സ്നേഹം ഈ മദ്യത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും അത് പങ്കുവെച്ച് തരുന്ന കൂട്ടുകാരുടെ കൂട്ടായ്മയിലൂടെയും കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. എനിക്കൊരു 25 വയസ്സൊക്കെ ആയപ്പോൾ ഇങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി തോന്നിവാസം ജീവിക്കുന്ന ആൺമക്കളുള്ള ഒരു 80% മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിലും ചിന്തിക്കുന്നത് പോലെ എൻ്റെ അമ്മയും ചിന്തിച്ച് ഇവനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ച് കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെടുമായിരിക്കും എന്ന് ഓർത്തു. അങ്ങനെ 1993 ഫെബ്രുവരി മാസം 3-ാം തീയതി SNDP യൂണിയനിൽപ്പെട്ട ഒരു ഭവനത്തിൽ നിന്നൊരു പെൺകുട്ടിയെ കണ്ടെത്തി എൻ്റെ വിവാഹം നടത്തി. പക്ഷേ ആ സമയത്ത് നമ്മൾ ഈ നടക്കുന്നത് തന്നെ താമസം. അതെ. പക്ഷേ ഇങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഒന്നുമില്ല. എന്ത് പണി കിട്ടിയാലും ചെയ്യും. വെറുതെ ടൗണിൽ കൂടെ കറങ്ങി നടക്കുക. ടൗണിൽ കൂടെ കറങ്ങി നടക്കാം, ടൗണിലെ ജോലികൾ ചെയ്യും. പിന്നെ പൈസ കിട്ടുന്ന അങ്ങനെയുള്ള സാഹചര്യത്തിൽ പെണ്ണ് കിട്ടി. തെങ്ങ കയറാൻ പോകും, കവുങ്ങ കയറാൻ പോകും. കൂടുതൽ പൈസ കിട്ടുന്ന പണികൾ ചെയ്യും. കാരണം നമുക്ക് കൂടുതൽ ചിലവുണ്ട്. കള്ളടിക്കണം, കഞ്ചാവ് അടിക്കണം, അപ്പം കൂടുതൽ ചിലവുണ്ട്. അങ്ങനെ എന്തായാലും കൊള്ളാം. പിന്നെ പെൺവീട്ടുകാരൊന്നും ഇതൊന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ അവരങ്ങനെ പിടിച്ചു, പെണ്ണ് കെട്ടിച്ചു. പക്ഷേ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതം എത്രയേറെ പരാജയമായിരിക്കുമോ അതിനേക്കാൾ ഉപരിയായി എൻ്റെ ജീവിതവും പരാജയപ്പെട്ടപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തെ കുടുംബജീവിതത്തിന് ശേഷം ജീവിത പങ്കാളി എന്നെ ഉപേക്ഷിച്ച് അവളുടെ വീട്ടിലേക്ക് പോവുകയും മനസ്സിലായി കൂടെയുള്ള ജീവിതത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ മനസ്സിലായി. അങ്ങനെ എത്ര നാൾ നീണ്ടുന്നായിരുന്നു? ഒരു 2-3 മാസം അത്രേ ഉള്ളൂ. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതിനുശേഷം 94 ഏപ്രിൽ 1-ാം തീയതി SNDP യൂണിയനിൽ വെച്ച് തന്നെ ഞങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധം എന്നേക്കുമായിട്ട് വേർപെടുത്തി. തുടർന്ന് പിന്നെ നെടുങ്കുന്നത്ത് അല്പം കടബാധ്യതയൊക്കെ ആയി. ആ കടം വീട്ടാൻ മാർഗ്ഗമില്ലാതെ നെടുങ്കുന്നത്തുണ്ടായിരുന്ന വസ്തുവകളെല്ലാം വിറ്റ് കടമെല്ലാം വീട്ടി ബാക്കിയുണ്ടായിരുന്ന പൈസയുമായിട്ട് 95 ജൂലൈ 10-ാം തീയതി കട്ടപ്പനയ്ക്കടുത്ത് നരിയമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് താമസം ആരംഭിച്ചു. അതിൻ്റെ ഈ ഇത്രയും ഈ ലോ റേഞ്ചിൽ നിന്ന് ഹൈ റേഞ്ചിലേക്ക് ഞാനൊരു 14 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഒരു 14 വർഷക്കാലം ചങ്ങനാശ്ശേരി പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ്സിൽ ക്ലീനറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ കട്ടപ്പന വണ്ടിയിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കട്ടപ്പനയായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. പിന്നെ ഈ നെടുങ്കുന്നത്തുനിന്നൊക്കെ അല്പം മാറി അങ്ങ് താമസിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഹൈ റേഞ്ചിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്ന് താമസം ആരംഭിച്ചു. അവിടെ താമസം ആരംഭിക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കൊരു 70ഓളം വയസ്സ് പ്രായമായി. അമ്മയുടെ കുടലിൽ കുരുക്കൾ വന്നു, അൾസർ എന്ന രോഗം വന്ന് കുരുക്കൾ പഴുത്ത് പൊട്ടി. അമ്മ നടന്നു പോകുന്ന വഴിക്ക് അമ്മ പോലും അറിയാതെ പഴുപ്പ് പുറത്തേക്ക് ഒഴുകുന്ന ഒരു രോഗ അവസ്ഥയിൽ എൻ്റെ അമ്മ എത്തിയിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയായി. ഒന്നും വയ്യാത്തൊരവസ്ഥയായി. തന്നെ ഇങ്ങനെ പഴുപ്പൊക്കെ ഒഴുകുമായിരുന്നു. അപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയായിരുന്നു. അപ്പം ആ നാളുകളിൽ ഈ വീട്ടിലെ ചെലവിനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ അത് ഞാനും ചെയ്യും. ഈ വയ്യാത്ത അവസ്ഥയിലും അന്ന് ഞാൻ ശരിക്കൊന്നും വീടൊന്നും നോക്കത്തില്ല. പക്ഷെ അങ്ങനെ വയ്യാത്ത അവസ്ഥയിലും അമ്മ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കും. അങ്ങനെ പോയി അവിടെ ഇവിടെയൊക്കെ പോയി. കട്ടപ്പന ചെന്നപ്പോഴും ഉണ്ടായിരുന്നു. കട്ടപ്പന ചെന്ന് കഴിഞ്ഞ് അങ്ങനെ ഇല്ലായിരുന്നു. കട്ടപ്പന ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അപ്പോൾ ഇങ്ങനെ ഒരു രോഗമാണ്, അപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇനി ഒന്നും ചെയ്യാൻ പറ്റുമല്ലെന്നും പറഞ്ഞ് അവിടുന്ന് ഉപേക്ഷിച്ച്. സൗഖ്യം പ്രാപിക്കില്ല, പ്രായം കൂടുതലായതുകൊണ്ട് ഓപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ അവിടുന്ന് ഉപേക്ഷിച്ചു. അപ്പോൾ കട്ടപ്പന ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബസ്സിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് കട്ടപ്പന ടൗണിൽ എനിക്ക് ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ കട്ടപ്പന ചെന്ന് കഴിഞ്ഞ് അമ്മയൊറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് കട്ടപ്പന ടൗണിലെ ജോലി, കട്ടപ്പന ബസ്സിലെ ജോലിയൊക്കെ അവസാനിപ്പിച്ച് കട്ടപ്പന മാർക്കറ്റിലെ ഹോട്ടലുകളിൽ വിറക് കയറുന്ന ഒരു ജോലി ഞാൻ ഏറ്റെടുത്തു. അതുവഴി അവിടെ പാട്ടത്തൂക്കിന് വെള്ളം കോരുന്നവരുമായിട്ട് പരിചയപ്പെട്ടു. അവിടെ അങ്ങനെയാണ് 2 പാട്ട കെട്ടി ഇങ്ങനെ കാപ്പി കമ്പേ വെച്ചിട്ട് അങ്ങനെ വെള്ളം കോരിച്ച്. അപ്പം അങ്ങനെ വെള്ളം കോരുന്നവരുമായിട്ട് പരിചയപ്പെട്ടു. വെള്ളം കോരിച്ചും വിറക് കുറിച്ചൊക്കെ ഒരുപോലെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ 250 മുതൽ 300 രൂപ വരെ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ശമ്പളം കിട്ടും. ആ കാലഘട്ടത്തിൽ ഈ 300 രൂപ ശമ്പളം അത്ര മോശമല്ല അല്ലേ? മോശമല്ലെന്ന് പറഞ്ഞാൽ ബ്രദറെ, അന്ന് ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ കൂലിപ്പണിക്ക് പോയാൽ ഹൈ റേഞ്ചിൽ 70 രൂപയാണ് പ്രതിഫലം കിട്ടുന്നത്. ഈ 70 രൂപ കിട്ടുന്ന സാഹചര്യത്തിൽ എനിക്ക് 200 രൂപ മുതൽ 300 രൂപയ്ക്ക് ഇടയ്ക്കൊരു തുക എനിക്ക് കിട്ടും. പക്ഷെങ്കിൽ എന്നാലും ഒന്നും മിച്ചമില്ല. കാരണം ആ സമയത്ത് ഈ കൂട്ടുകാർക്കൂടൊക്കെ വിതരണം ചെയ്യുന്നതുകൊണ്ട് ഒരു 10 പൊതി കഞ്ചാവ് വാങ്ങിക്കാം. അന്ന് ഒരു പൊതിക്ക് 10 രൂപയാണ്. അപ്പം 100 രൂപ കഞ്ചാവ് കച്ചവടക്കാരൻ്റെ കയ്യിൽ കൊടുക്കും. ആന്റണി സർക്കാർ ഭരണത്തിന് ഒരു 11 മാസത്തെ ഭരണത്തിന് ഒരു ചാരായം നിർത്തലാക്കിയൊരു സമയമാണ്. അപ്പോൾ ചാരായം നിർത്തലാക്കുമ്പം വിദേശ മദ്യത്തിൻ്റെയൊക്കെ ഒരു പൈൻറ്റിന് 70 രൂപയിലൊക്കെ കിടന്ന ഒരു പൈൻറ്റിന് ഒറ്റയടിക്ക് 135 രൂപയായി. അപ്പം 135 രൂപ മദ്യശാലയെ കൊടുക്കും. ചാരായ നിരോധനം കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാരായത്തിന് നേരെ വിദേശ മദ്യത്തിലേക്ക് കയറി. അപ്പോൾ അതിൻ്റെ വില കൂടുമ്പം കുടിയന്മാരുടെ ആവശ്യം വീട്ടിലേക്കുള്ളത് മാത്രമേ കുറയുന്നുള്ളൂ.
അപ്പോൾ അങ്ങനെ പിന്നെ 135 രൂപ മദ്യശാലയിൽ കൊടുക്കും, 100 രൂപ കഞ്ചാവ് കച്ചവടക്കാരൻ്റെ കയ്യിൽ കൊടുക്കും. കൂട്ടുകാരോടൊത്ത് കുടിച്ചാടി. എൻ്റെ മദ്യപാനം എന്ന് പറഞ്ഞാൽ എവിടെ വീഴുന്നോ അവിടം വരെയാണ്. ബോധം കെട്ട് വീഴുന്നിടം വരെ ഇത് ഉപയോഗിക്കും. അത് കള്ളും കഞ്ചാവും കൂടെ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് എവിടെയെങ്കിലും വീഴും. അപ്പം എവിടെ വീഴുന്നോ അവിടെ കിടക്കും. രാത്രി 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ഒരു ഓട്ടോറിക്ഷയും പിടിച്ച് വീട്ടിലേക്ക് കടന്നു ചെല്ലും. പക്ഷേ ഇങ്ങനെ കടന്നു ചെല്ലുന്ന അവസരത്തിൽ ചില രാത്രികളിലൊക്കെ ഇങ്ങനെ ആഹാരമൊന്നും ഇല്ലാതെ ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അത് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അമ്മയായിരിക്കും. അപ്പോൾ ഒരു വിഷമവും പ്രയാസമൊന്നുമില്ല. അതായത് കിട്ടുന്ന പൈസ മുഴുവൻ കള്ളും കഞ്ചാവ് അടിച്ച് കളയുമ്പോഴും വീട്ടിൽ അമ്മ പട്ടിണിയാണല്ലോ എന്നുള്ള ഒരു ഓർമ്മയൊന്നുമില്ല. അങ്ങനെ ഒരു സ്വബോധമൊന്നും ഇല്ലല്ലോ ബ്രദറെ. എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യമല്ലേ അന്നേരം, ഒരു സ്വാർത്ഥതയല്ലേ. അപ്പോൾ അങ്ങനെ ബോധമില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോഴത്തേനും മോൻ എന്തെങ്കിലും ആഹാരം കൊണ്ടുവന്നിട്ട് അത് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അമ്മയായിരിക്കും പലപ്പോഴും കണ്ടുകൊണ്ട്. അങ്ങനെ അവസാനം പിന്നെ അമ്മയുമായിട്ട് പലപ്പോഴും വഴക്കുണ്ടാകാൻ തുടങ്ങി ഈ മദ്യലഹരിയിൽ. അങ്ങനെ ഒരു രാത്രിയിൽ അമ്മയുമായിട്ട്, ഒരു രാത്രി 2 മണിയുടെ അടുത്ത സമയത്ത് അമ്മയുമായിട്ട് മദ്യലഹരിയിൽ വഴക്കുണ്ടായി. അവസാനം അമ്മയെ കൊല്ലാൻ വേണ്ടി ഒരായുധമെടുത്ത് അമ്മയുടെ പെടലിക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ മദ്യലഹരി നിന്നിരുന്ന് എന്നെ തള്ളി താഴെയിട്ട് ആ രാത്രി തന്നെ തൊട്ടടുത്ത വീട്ടിൽ അഭയം പ്രാപിച്ച് പ്രഭാതത്തിൽ ആരോടോ വണ്ടിക്കൂലിയും വാങ്ങി അമ്മ നാട്ടിലേക്ക് തിരിച്ചുപോയി. അമ്മ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവന്റെ കൂട്ടത്തിൽ ഇനി നിന്നാൽ ശരിക്കും ഒരു ഭയമായിപ്പോയി. കാരണം ജീവന് കൊതിയുള്ളതുകൊണ്ട്. അതെ, ശരിക്കും അത് ഒരുപക്ഷെ ചെയ്തു പോയേനെ. കാരണം അന്നത്തെ അവസ്ഥ അതാണ് വളരെ. കാരണം ബോധമില്ലല്ലോ. പെട്ടെന്ന് പിന്നെ വീണ്ടും പഴയ പണിക്ക് ബസ്സിൽ ഒക്കെ ജോലി ചെയ്യാനായിട്ട് തുടങ്ങി. ആ ജീവിതം ഒരു 2 മാസം തുടർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അത് മൺകട്ട കൊണ്ട് ഭിത്തി കെട്ടി മുളങ്കൂട്ടൽ ഓടിട്ടിയ ഒരു വീടായിരുന്നു. ഈ വീട് ചെതിൽ കയറി ഒരു ഭാഗം താഴെ വീണു. ഇത് നന്നാക്കാൻ മാർഗ്ഗമില്ലാതെ ഒരു വാടകക്കാരെ കണ്ടുപിടിച്ച് അവരോട് 4000 രൂപ സെക്യൂരിറ്റി വാങ്ങിച്ച ഈ വീട് നന്നാക്കി 1 വർഷത്തെ ഞാൻ അവർക്ക് ഇത് വാടകയ്ക്ക് വിട്ടുകൊടുത്തു. വാടകയ്ക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. എനിക്ക് കയറി കിടക്കാനായിട്ട് ഇടവില്ല. ഈ ഇടിഞ്ഞു പൊളിഞ്ഞ വീട് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പൈസ ഇല്ലാഞ്ഞിട്ടാ ഇവരോട് സെക്യൂരിറ്റി വാങ്ങിച്ചു 4000 രൂപ. അപ്പോൾ ഇനി വലിയ അവർക്ക് തന്നെ വാടക കൊടുത്തു. അതെ, അന്നേരം ഇതെല്ലാം ഒരു ദൈവിക പദ്ധതിയാണ്. അന്നേരത്തേന് ഇതൊരു വലിയ പ്രതിസന്ധിയായി. കാരണം എനിക്ക് കയറി കിടക്കാനായിട്ട് സ്ഥലമില്ല. ആകെ 2 മുറിയേ ഉള്ളത് അവർക്ക് കൊടുത്തു. കട്ടപ്പനയിലേക്ക് കയറാൻ മേലെ, കയറി കഴിഞ്ഞാൽ അടി കിട്ടും. പിന്നെ നാട്ടിൽ ചെന്നാൽ ബന്ധുമിത്രാദികളുടെ ആരുടെയും വീട്ടിൽ കയറ്റി കിടത്തത്തില്ല. പോലീസുകാരുടെ ശല്യമൊക്കെ കാരണം ഒരു കടത്തണ്ണെ പോലും കിടക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന കാഞ്ചിയാർ പള്ളിക്കവലയിൽ കട്ടപ്പനയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട ഒരു കൂട്ടുകാരൻ, ഒരു ഹോട്ടൽ ജീവനക്കാരൻ 1 വർഷത്തിന് ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് ഒരു ചായക്കട നടത്തുകയായിരുന്നു. ഞാൻ ആ ചായക്കടയിലേക്ക് കടന്നു ചെന്ന് 30 രൂപ കൂലിക്ക് പ്ലേറ്റ് കഴുകുന്ന ജോലി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ആ കടയിലേക്ക് പ്രവേശിച്ചു. പൊറോട്ട അടിയോ ചായ അടിയോ ഒന്നും അറിയാൻ മേലഞ്ഞിട്ടല്ല. പക്ഷേ അന്നത്തെ എൻ്റെ വേഷത്തിനും അന്നത്തെ ആ സംവിധാനത്തിനും അവർക്ക് തരാൻ പറ്റിയ ഒരു ജോലി അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ജോലി ഏറ്റെടുത്തുകൊണ്ട് 30 രൂപയൊന്നും വിലപ്പെട്ടതായിരുന്നില്ലെങ്കിലും കയറി കിടക്കാനൊരിടവും സമയത്ത് ആരുടെ അനുവാദമില്ലാതെ യഥേഷ്ടം കഴിക്കാൻ ആഹാരവും ലഭിക്കും എന്ന ഏക ആശ്വാസത്തിലാണ് ഞാൻ ഈ കടയിലേക്ക് പ്രവേശിച്ചത്. പക്ഷേ അവിടെയും തകർച്ചയാണ് ഉണ്ടായത്. ഞാൻ ചെന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കട പൊട്ടി. കട പൊട്ടി അത്ര ഐശ്വര്യമായിരുന്നു. അതെ, ഈ പാവിയന് നിറം പാതാളം എന്ന് പറഞ്ഞതുപോലെ കട പൊട്ടി. കടക്കാരൻ രായ്ക്ക് രാമാനും എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയി. പിന്നെ ഇന്ന് വരെ ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. ഞാൻ ഏതാനും ദിവസങ്ങൾ വീണ്ടും ആ കടയിൽ അന്തി ഉറങ്ങി. അതിനുശേഷം അത് മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന വിഷയത്തിൽ ആ കടയിൽ നിന്ന് എനിക്ക് വെളിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു. ഞാൻ ഈ കാഞ്ചിയാർ പള്ളിക്കവലം നടു റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഉടുതുണിക്ക് മറുതുണിയല്ല. ബസ്സിലൊക്കെ പോയപ്പോൾ ഉണ്ടായിരുന്ന കരിയോയിലും ഗ്രീസും ഒക്കെ പറ്റി കീറി പറഞ്ഞ ഒരു മുണ്ടും എടുത്ത് ഒരു ഷർട്ടും ഇട്ട് കൈക്കല തുണി പോലത്തെ ഒരു തോർത്തും തോളയിലിട്ട് ഒരു പൈസയുമില്ല, ഒന്നുമില്ലാതെ ഈ എത്ര വയസ്സ് പ്രായമുണ്ട് അന്നേരം ഒരു 27 കഴിഞ്ഞു. അങ്ങനെ ഈ കാഞ്ചിയാർ പള്ളിക്കവല നടു റോഡിൽ ഇറങ്ങി എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും? ഉലകത്തിൽ ഒരു മനുഷ്യനില്ല. അവരെല്ലാം പെറ്റമ്മയാൽ പോലും ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഇവിടെ നടു റോഡിൽ ഇറങ്ങി വളരെ വേദനയോടെ ഇങ്ങനെ, കാരണം കയറി ചെല്ലാനൊരു ഇടവില്ല. അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ നേരെ എതിർവശത്ത് 3 വശവും മറച്ച് കെട്ടി മുകളിലൊരു ഗ്രന്ഥശാലയോടുകൂടി അതിമനോഹരമായ ഒരു വെയിറ്റിംഗ് ഷെഡ് കണ്ട് 2 മുറികളിൽ. ഈ വെയിറ്റിംഗ് ഷെഡിൽ കയറി അന്തി ഉറങ്ങാനായിട്ട് തുടങ്ങി. ഏതാനും ദിവസങ്ങൾ 1-2 വീടുകളിലൊക്കെ പണിക്ക് പോയി. പക്ഷേ ഈ ഹൈറേഞ്ചിലെ പണിയുമായിട്ടും പ്രത്യേകിച്ച് കൃഷിപ്പണിയുമായിട്ട് ചെറുപ്പം മുതലേ ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു പണിയും ലഭിക്കാതായി. പിന്നെ ഈ ഒരാഴ്ച പോയി ജോലി ചെയ്ത വീടുകളിൽ ചെന്ന് കുറേ ദിവസങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു. പിന്നീട് അതും അങ്ങ് നിലച്ചു. ഈ വെയിറ്റിംഗ് ഷെഡിൽ കിടക്കുമ്പോൾ പോലീസിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. അന്നേരം ഒരു വലിയ വിഷയം ഉണ്ടായില്ല കേട്ടോ. ഈ കാഞ്ചിയാർ പള്ളിക്കവലയിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിക്കവലയുടെ ഒരു സൈഡ് ഒരു 10-45 ഏക്കർ ഫോറസ്റ്റ് ഏരിയയും ഫോറസ്റ്റ് ഓഫീസും ഒക്കെയാണ്. അപ്പോൾ ഈ കാട്ടിനകത്താണ് അന്ന് അവിടെ വാറ്റിയാരായം വയ്ക്കുന്നവരും കഞ്ചാവ് വയ്ക്കുന്നവരും ഒക്കെ ഇതിനകത്താണ് കൊണ്ട് സൂക്ഷിച്ച് വെക്കുന്നത്. ഇതിനകത്തുള്ള ചില പടർന്ന് കിടക്കുന്ന മരത്തേലാണ് എൻ്റെ പകരത്തെ വിശ്രമവും കാര്യങ്ങളുമൊക്കെ. അപ്പം ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ ഇവർ വെക്കുന്നതൊക്കെ ഞാൻ കാണും. അപ്പോൾ ഇവർ പോയി കഴിയുമ്പോൾ തന്നെ ഞാനത് എടുത്ത് കഴിക്കും. അങ്ങനെ അതിനൊരു കുറവും വന്നിട്ടില്ല.
പിന്നെ ഈ ഇവിടെ വെയിറ്റിംഗ് ഷെഡിൽ താമസമായപ്പം മുതൽ ഫ്രീ ആയിട്ട് മദ്യം സാധനം കിട്ടാൻ ഇവർ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കുന്നു. പക്ഷെ അവരത് കണ്ടുപിടിച്ചില്ല, അതുകൊണ്ട് അടി കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തതുകൊണ്ട് കുളിയില്ല, നനയില്ല, മുടിവെട്ടില്ല, പല്ലുതേരില്ല, ഷേവ് ചെയ്യത്തില്ല, വേണ്ടത്ര ആഹാരമില്ലാതെ ഈ മദ്യവും ഇതും മാത്രം ഉപയോഗിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ പട്ടാപ്പകൽ പോലും പരിസരബോധം പോലും നിന്ന് ചിരിക്കുകയും വർത്തമാനം പറയുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാനസിക രോഗിയുടെ അവസ്ഥയിലേക്കായി. ശരി, ഭ്രാന്തനാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ ഒരർത്ഥത്തിൽ നമ്മളെ കാണുന്നവർ എൻ്റെ അടുത്ത് അന്ന് എന്നെ കണ്ടാൽ എൻ്റെ അടുത്തൊക്കെ വരാനായിട്ട് ആൾക്കാരൊന്ന് ഭയക്കുമായിരുന്നു. കാരണം അതുപോലത്തെ ഒരു പ്രാകൃതമായ ഒരു വേഷമായിരുന്നു. കുളിയില്ല, നനയില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെ ഈ കാഞ്ചിയാർ പള്ളിക്കവല വെയിറ്റിംഗ് ഷെഡിൽ കിടക്കുന്ന സമയത്ത് എപ്പോഴോ ബോധം വീണൊരവസരത്തിൽ, സ്വബോധമല്ല, എപ്പോഴോ ബോധം വീണൊരവസരത്തിൽ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം കടന്നു വന്നു. ഇങ്ങനെ പോയാൽ പറ്റുമല്ല, എങ്ങനെയെങ്കിലും ഈ അവസ്ഥയിൽ നിന്നൊന്ന് രക്ഷപ്പെടണം ഒരാഗ്രഹം ഉണ്ടായി. ഇത് കുടി നിർത്തണമെന്നാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, മറിച്ച് ഇച്ചിരി ആഹാരമൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ഉയർച്ച ഉണ്ടാകണം ഒരു മാറ്റം വേണമെന്നൊരാഗ്രഹം ഉണ്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മാറ്റത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് മാറാനൊരാഗ്രഹം ഉണ്ടാകുക എന്നുള്ളതാണ് പരമപ്രധാനപ്പെട്ട. പക്ഷേ ഇങ്ങനെ ഒരു ചിന്ത ഉള്ളിൽ ഉടലെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ആ ഒരു സ്പാർക്ക് എന്തായിരുന്നു? അതിനൊരു കാരണമുണ്ട് ബ്രദറെ. അത് യാദൃച്ഛമായിട്ട് വന്നതല്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്ന ഒരു ചിന്ത, പോട്ടയ്ക്ക് പോകണം, പനക്കിലച്ചനെ കണ്ട് സങ്കടം എല്ലാം പറയണമെന്നൊരു ചിന്തയാണ്. അന്ന് പോട്ടയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പോട്ടയെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അവിടേക്ക് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ കൂടുതൽ നമുക്ക് അതൊന്നും അറിയത്തില്ല. പിന്നെ നമുക്കിങ്ങനെ ക്രിസ്തു ആ ഒരു ഇതിലൊന്നും നമുക്കങ്ങനെ ഒരു വിശ്വാസമൊന്നും ഇല്ലല്ലോ, നമ്മുടെ ഹൈന്ദവ സമൂഹത്തിലല്ലേ. പക്ഷേ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായപ്പോൾ എനിക്കിങ്ങനെ ഒരു ചിന്തയാണ് വന്നത്, പോട്ടയ്ക്ക് പോയി പനക്കിലച്ചനെ കണ്ട് സങ്കടം എല്ലാം പറയണമെന്നൊരു ചിന്ത. ഞാനങ്ങനെ ചിന്തിക്കാനൊരു കാരണമുണ്ട്. അപ്പം ബ്രദർ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ്. അപ്പം ഞാൻ ഈ നെടുങ്കുന്നത്ത് താമസിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് വഴിപ്പിളാക്കൽ എന്നും പറഞ്ഞൊരു കത്തോലിക്ക ഭവനം ഉണ്ടായിരുന്നു. അവിടെ ഏലുക്കുട്ടി എന്ന് പറയുന്ന 60ഓളം വയസ്സ് പ്രായമായ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മച്ചിയുടെ ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ ആയകയാൽ അദ്ദേഹത്തിൻ്റെ സഹായത്തോടെയാണ് ഞാൻ ഈ ബസ്സിലെ ജോലിയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ഈ വീടുമായിട്ട് എനിക്ക് വളരെ അടുത്ത ഒരു ബന്ധമുണ്ട്. ഇവിടെ തെങ്ങ കയറുന്നതും വിറക് കയറി കൊടുക്കുന്നതൊക്കെ ഞാനാണ്. അപ്പം ഞാൻ വീട്ടിലുണ്ടെങ്കിൽ അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ നെടുങ്ങുന്നത്തുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഈ വീട്ടിൽ പോയി ഞാൻ ഭക്ഷണം കഴിക്കും. വളരെ സ്നേഹത്തോടെ ഈ അമ്മച്ചി എനിക്ക് ഭക്ഷണം തരിക. ഇപ്പം അമ്മച്ചിക്ക് 88ഓളം വയസ്സ് പ്രായമുണ്ട്. ഈ തെരുവിൽ ജീവിക്കുമ്പോഴും ഈ കള്ളന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ടും അങ്ങനെ അപ്പോഴും ഈ അമ്മച്ചി അല്ല, ഞാൻ ഏതവസ്ഥയിലാണെങ്കിലും ഈ അമ്മച്ചി എനിക്ക് ഭക്ഷണം തരും. അത്ര വിശ്വാസമാണ് എന്നെ. അവിടെ 2 പെൺപിള്ളേരും ഒരു മോനുമാണുള്ളത്. പക്ഷേ എൻ്റെ സമപ്രായക്കാരായ കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഏതവസ്ഥയിൽ ചെന്നാലും അമ്മച്ചി എന്നെ പറയാതെ അത്രയ്ക്ക് വിശ്വാസമാണ് ആ കാര്യത്തിൽ. പക്ഷേ എനിക്ക് കുടുംബജീവനം കൂടെയൊക്കെ തകർന്ന് 24 മണിക്കൂർ ഇങ്ങനെ മദ്യലഹരി നടക്കാൻ തുടങ്ങിയൊരു സമയത്ത് പിന്നീട് ഭക്ഷണം കഴിക്കാൻ കടന്നു ചെന്നാൽ എനിക്ക് ഭക്ഷണം തന്നിട്ട് ഈ അമ്മച്ചി എൻ്റെ അടുക്കൽ തന്നെ നിന്നിട്ട് ഈ അമ്മച്ചി എന്നോട് പറയടാ, നീ ഇങ്ങനെ തെരുവിൽ നശിക്കേണ്ട ആളല്ലടാ, നീ പോട്ടയ്ക്ക് പോകണോടാ, പനക്കിലച്ചനെ കാണണോടാ, അച്ഛനോട് എൻ്റെ സങ്കടമെല്ലാം പറയണം, അച്ഛൻ നിന്നെ അവിടെ നിർത്തുവടാ, യേശു നിന്നെ രക്ഷിക്കുവടാ, ഇന്നടത്ത് ഇന്നാരൊക്കെ പോയി. പിന്നെ അങ്ങനെ പോയി രക്ഷപ്പെട്ട കുറേ ആൾക്കാരുടെയൊക്കെ പേരുമൊക്കെ ഈ അമ്മച്ചി ഇങ്ങനെ പറയും. ഇന്നാരൊക്കെ അവിടെ പോയി ആടാ രക്ഷപ്പെട്ട, നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവൂടാ, നീ പോണോടാ രാജാ. നീ ഈ അമ്മച്ചി ഇങ്ങനെ പറയും. അതെല്ലാം ഒരു ദൈവിക പദ്ധതിയാണ് ഈ അമ്മച്ചി ഇങ്ങനെ. വാസ്തവത്തിൽ ഞാനിങ്ങനെ പലരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ചില പ്രായമായ അമ്മച്ചിമാർ അവർ സുവിശേഷം പറയും. അവർക്ക് സുവിശേഷം ഒന്നും അറിഞ്ഞുകൂടാ, ദൈവവചനമൊന്നും കാര്യമായിട്ട് പറയാനൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അവരുടെയൊക്കെ ഉള്ളിൽ കിട്ടിയ ഒരു വിശ്വാസം, മക്കളെ നീ പോട്ടയ്ക്ക് പോടാ, അല്ലെ അവിടെ പോയി പനക്കിലച്ചനെ കാണണ്ട, നായ്ക്കുമറവലച്ചനെ കാണണ്ട, നീ പോയി അവിടെ നിന്ന് പോയി പ്രാർത്ഥിക്ക്, പോയാൽ രക്ഷപ്പെടും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അനേകര് പോയി രക്ഷപ്പെട്ട ചരിത്രങ്ങൾ കേട്ടു. അപ്പൊ ഈ അമ്മച്ചി ഇപ്പോഴും ഉണ്ടോ? ഉണ്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പോയി കണ്ടു. അമ്മച്ചിയുടെ അടുത്ത് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ശരി. അപ്പം ഇങ്ങനെ ഈ അമ്മച്ചി ഇങ്ങനെ പറയും. പക്ഷെ എനിക്ക് അന്നത് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വിരോധമുള്ളത് ആരോടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിപ്പോൾ ആത്മീയതയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ വിരോധമുള്ളത് ആരോടാണെന്ന് ചോദിച്ചാൽ നമ്മളെ ഈ ഉപദേശിക്കാൻ വരുന്ന ആൾക്കാരോടാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വിരോധം ഉണ്ടാകും. അപ്പോൾ ഈ ഹൈന്ദവ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന് എനിക്ക് യേശു ക്രിസ്തുവിലൂടെ രക്ഷപ്പെടണമെന്ന് ഈ അമ്മച്ചി ഉപദേശിക്കുന്ന ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ അമ്മച്ചി ഇങ്ങനെ ഉപദേശിക്കുന്നതിൻ്റെ വിദ്വേഷം ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്തും, എന്നാൽ ഒരു നേരത്തെ ആഹാരം നൽകുന്നതിൻ്റെ നന്ദി മറുഭാഗത്തും വെച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് കടന്നു. കാരണം മരിച്ചാലും അത് മറക്കാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ യെശയ്യാ 55:10 ഒരു വചനം ഇങ്ങനെ പറയുന്നുണ്ട്, മഞ്ഞും മഴയും ആകാശത്തു നിന്ന് കടന്നു വരുന്നു, അത് തിരികെ അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനച്ച് വിതയ്ക്കാൻ വിത്തും
ഭക്ഷിക്കാൻ ധാന്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പോലെയാണ് എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും. ഫലരഹിതമായി അത് മടങ്ങി വരികയില്ല. ഞാൻ ഏൽപ്പിക്കുന്ന ദൗത്യം വിജയകരമായി അത് പൂർത്തീകരിക്കുമെന്ന് യെശയ്യാ 55:10 ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലെന്ന് റോമാലേഖനം 9-6 നമ്മൾ കാണുകയാണ്. ശരിക്കും അത് വളരെ സത്യമാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ എന്നെ ദൈവം പഠിപ്പിച്ചതാണ് ബ്രദറെ. കാരണം ബൈബിളിൽ കാണുന്നത് മാത്രമല്ല ദൈവവചനം. ഒരു വ്യക്തിയുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട്, ആ വ്യക്തിയുടെ ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ആ വ്യക്തിയോട് പോയൊരു ധ്യാനം കൂടാൻ പറഞ്ഞാൽ അത് ദൈവവചനം തന്നെയാണ്. അപ്പോൾ ഈ അമ്മച്ചി എന്നോട് പറഞ്ഞ ഈ ഒരു വചനം, കോട്ടയ്ക്ക് പോയി പനക്കലച്ചനെ കണ്ട് സങ്കടം പറഞ്ഞ അച്ഛൻ നിന്നെ അവിടെ നിർത്തോടാ, യേശു നിന്നെ രക്ഷിക്കൂടാ, നീ അമ്മച്ചി എന്നോട് പറഞ്ഞ ആ വചനം ഏതാണ്ട് ഒരു 4.5 വർഷക്കാലം ഗോതമ്പ് മണി ചെളിക്കകത്ത് കിടക്കുന്ന പോലെ എൻ്റെ ഹൃദയത്തിൽ കിടന്നു. 4.5 വർഷങ്ങൾക്ക് പറഞ്ഞ സമയത്തൊന്നും പോയില്ലായിരുന്നു. ഇല്ല 4.5 വർഷങ്ങൾക്ക് 4.5 വർഷത്തിന് ശേഷം ഈ അമ്മച്ചി പറഞ്ഞ വാക്കുകൾ ഈ വെയിറ്റിംഗ് ഷെഡിൽ കിടക്കും. 4.5 വർഷങ്ങൾക്ക് ശേഷം പെറ്റമ്മയാൽ പോലും ഉപേക്ഷിക്കപ്പെട്ട് ഈ വെയിറ്റിംഗ് ഷെഡിൽ ഒരു ഭ്രാന്തനെ പോലെ കിടക്കുന്ന സമയത്ത് രക്ഷപ്പെടണമെന്നൊരാഗ്രഹം ഉണ്ടായപ്പം ഈ അമ്മച്ചി പറഞ്ഞ വചനം മാംസം ധരിച്ചു. അങ്ങനെ ആ ഒരൊറ്റ വാക്ക് 4.5 വർഷത്തിന് ശേഷം, 4.5 വർഷങ്ങൾക്ക് ശേഷം. കാരണം ദൈവവചനം, കാരണം വചനം ഒരിക്കലും പരാജയപ്പെടത്തില്ല. ഇതിലൂടെ ഒരു വലിയ കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊരാളോട് സുവിശേഷം പറഞ്ഞാൽ, ഒരുപക്ഷെ ഒരാളോടൊരു നല്ല കാര്യം ഈശോയുടെ നാമത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പറയുന്ന മാത്രയിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊന്നും നമ്മളതിൻ്റെ റിസൾട്ട് കണ്ടെന്നില്ല. പക്ഷേ കാലങ്ങൾക്ക് ശേഷമായിരിക്കാം. അതെ. കാരണം ദൈവവചനമാകുന്ന ഈ വിത്ത് ഒരിക്കലും നശിച്ചു പോവില്ല. അതെന്തെങ്കിലും ഒരിക്കൽ ഫലം പുറപ്പെടും. തീർച്ചയായിട്ടും അതെ. ഇത് 4.5 വർഷത്തിന് ശേഷമാണ് ബ്രദറിന് ഇങ്ങനെ ഒരു ചിന്ത, ഈ അമ്മച്ചി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ തികട്ടി വരിക. അതെ. ഈ രക്ഷ പറഞ്ഞെന്ന് ആഗ്രഹം ഉണ്ടായപ്പം പെട്ടെന്ന് കടന്നു വരുന്ന, കാരണം നമ്മുടെ ഉള്ളിലുള്ളതാണല്ലോ ആത്മാവ് പെട്ടെന്ന് തരുന്നത്. അപ്പോൾ ഈ രക്ഷ പറഞ്ഞെന്ന് ആഗ്രഹം ഉണ്ടായി അമ്മച്ചി പറഞ്ഞ ഒരു കാര്യമാണ് നമുക്ക് ഓർമ്മയിലേക്ക്. പക്ഷേ ഇപ്പം ബ്രദർ പറഞ്ഞ ഒരു പോയിൻ്റാണ് ബ്രദർ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, വചനം ഒരിക്കലും പരാജയപ്പെടത്തില്ല. അപ്പം ഈ ഒരു ശുശ്രൂഷകൻ പക്ഷേ പരാജയപ്പെടാം. ഇപ്പം മറ്റുള്ളവരോട് വചനം പറഞ്ഞ് ഒരു വചന ശുശ്രൂഷകൻ ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം. ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ധാരണ നമുക്കുണ്ടാകാം. പക്ഷേ അവർ വചനം കേട്ടത് സത്യമാണെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും അത് കിളിർക്കുമെന്ന കാര്യത്തിൽ, അത് ഫലമണിയുന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അങ്ങനെ പോർട്ടലിലേക്ക് പോകണമെന്നുള്ള ഒരു ചിന്ത വന്നു. അതിനനുസരിച്ച് പോകാനായിട്ട് അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തി. ബസ്സിന് കയറി അങ്ങ് പോയി. അതിലൊക്കെ കട്ടപ്പനയിൽ നിന്നല്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ കട്ടപ്പനയിൽ നിന്ന് എന്നെപ്പോലെ തന്നെ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് കടന്നു വന്ന് എല്ലാ ആഴ്ചയിലും കോട്ടയിലേക്ക് ധ്യാനത്തിന് ആൾക്കാരെ കൊണ്ടുവന്ന ഒരു ഉണ്ണിച്ചേട്ടൻ ഉണ്ടായിരുന്നു, ഏഞ്ചലോസ് ഡിവൈൻ സർവീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ അടുക്കൽ ചെന്നിട്ട് ഉണ്ണിച്ചേട്ടൻ്റെ സഹായത്തോടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തി. അപ്പോൾ ആ കാലഘട്ടത്തിൽ അന്ന് ഈ ഇടുക്കി, വയനാട്, ആലപ്പുഴ ജില്ലകളിലെ കർഷക ആത്മഹത്യ പെരുകിയ, ഒരുപാട് തകർച്ച അനുഭവിച്ച കർഷകർ ഒരുപാട് ആത്മഹത്യ ചെയ്തൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ 3 ജില്ലകളിലെ അക്രൈസ്തവരായ കർഷകരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുവാൻ ഡിവൈൻ ധ്യാന കേന്ദ്രം സൗജന്യമായിട്ടൊരു ധ്യാനം ഒരുക്കി. ആ ധ്യാനത്തിനാണ് ഞാൻ പങ്കെടുത്തത്. 54,000 പേര് ആ ധ്യാനത്തിനുണ്ടായിരുന്നു. അത് ഏത് വർഷമായിരുന്നു? അത് 98 ജൂലൈ 16 തീയതി മുതൽ നടന്ന ഒരു ധ്യാനമാണ്. അപ്പം ആ 16 തീയതി മുതൽ നടന്ന ഒരു ധ്യാനമാണ്. അപ്പോൾ അതിനകത്ത് 54,850 പരം മലയാളികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നടുവിലിരുന്നുകൊണ്ട് വചനം കേൾക്കാനായിട്ട് ആരംഭിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസത്തോടെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കണം അങ്ങനെയൊന്നുമല്ല. പക്ഷേ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരാഗ്രഹം മാത്രമാണ് നമ്മുടെ മുതൽക്കൂട്ട്. അങ്ങനെ ധ്യാനം കൂടുന്ന അവസരത്തിൽ ധ്യാനത്തിൻ്റെ 4-ാമത്തെ ദിവസം ദിവ്യകാരുണ്യ ആന്തരിക സൗഖ്യ ആരാധനാ മധ്യേ പനക്കലച്ചൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നവർ, വിടുതൽ പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുക, നിങ്ങൾക്കതിനുള്ള കൃപ കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അവിടെ അനൗൺസ് ചെയ്തതിന് പ്രകാരം 8,000-ലധികം പുരുഷന്മാരും 150-ലധികം സ്ത്രീകളും ഈ ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തോടെ എഴുന്നേറ്റ് വന്നു. അവരിൽ ഒരാളായിട്ട് നമ്മൾ എഴുന്നേറ്റു. അപ്പോൾ അങ്ങനെ അവരെല്ലാം എഴുന്നേറ്റ് വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടെ ഞാനും എഴുന്നേറ്റ് വന്നു. അപ്പം ഞങ്ങൾക്കതിനുള്ള കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പനക്കലച്ചൻ അനേകം വചനം പറഞ്ഞു. പക്ഷേ അതിലൊരു വചനം എന്നെ വല്ലാണ്ട് സ്പർശിച്ചു. ആ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനമാണ്. അവിടെ വചനം പറയുന്നത് അതിൻ്റെ കണ്ടന്റ് ഇതാണ്: മദ്യപിച്ച് മത്ത് പിടിച്ച് മധുവന്മത്തനായി മയങ്ങുന്നവൻ കീറത്തുണി ഉടുക്കേണ്ടി വരും. ഈ വചനം ഞാൻ കേൾക്കുമ്പോൾ ശരിക്കും കട്ടപ്പനയിൽ നിന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്കുള്ള 5 മണിക്കൂർ യാത്ര ഞാൻ ബസ്സിൻ്റെ പ്ലാറ്റ്ഫോമിലിരുന്നാണ് യാത്ര ചെയ്തത്. അപ്പോൾ അന്ന് ഏതാണ്ട് അതുപോലെ അന്ന് ഏതാണ്ട് 16 വാഹനങ്ങളിലായിട്ട് 900-ഓളം അധികം ആൾക്കാരെ ഈ ഉണ്ണിച്ചേട്ടൻ ധ്യാനത്തിന് എത്തിച്ചു. അന്ന് വാഹനം തികയാതെ വന്നപ്പോൾ കുമളി എറണാകുളം റൂട്ടിലോടുന്ന EBT എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ബസ് അദ്ദേഹം വാടകയ്ക്കെടുത്തു. ആ ബസ്സിൻ്റെ പ്ലാറ്റ്ഫോമിലിരുന്നാണ്. അത് സീറ്റില്ലാഞ്ഞിട്ടല്ല,
ഈ കുളി നനയില്ലാതെ എന്നിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം മൂലം ശരിക്കും നാറ്റമായിരുന്നു ബ്രദർ. അതുപോലെ ഒരു ദുർഗന്ധം പിടിച്ച അവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു 2 മാസമേലും ആയി. ഒരു അതിനിടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ കുളിച്ചിട്ടുണ്ട്. കാരണം കുളിച്ചാൽ മാറാൻ ഡ്രസ്സില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്നിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം മൂലം സീറ്റിൽ എന്നെ ആരും ഇരുത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ഞാനാണേലും അതേ ചെയ്യത്തുള്ളൂ. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തി. എൻ്റെ തൊട്ടടുത്ത സീറ്റായിരുന്ന ധ്യാനം കൂടുന്നവർ പോലും ഇങ്ങനെ മൂക്ക് പൊത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ആഹാരത്തിന് ക്യൂ നിൽക്കുന്ന അവസരത്തിൽ എൻ്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ, മുന്നേ നിൽക്കുന്ന ആൾക്കാർ അത്രയും പ്രശ്നം വന്നിട്ടില്ല. പിന്നെ നിൽക്കുന്ന ആൾ ഭക്ഷണം കഴിക്കാതെ മടങ്ങിപ്പോകുന്ന കാഴ്ചയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയൊരു ഇതായിരുന്നു. പക്ഷെ അങ്ങനെ മദ്യപിച്ച് മത്ത് പിടിച്ച് മതോന്മത്തനായി മങ്ങുന്നവൻ കീറത്തുണി ഉടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം കീറത്തുണി പറയുമ്പോൾ അത് ഉടുത്തുകൊണ്ടിരുന്ന എന്നിൽ ആ വചനം അത് ശരിക്കും ഈ വചനം കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി വിറച്ചു പോയെന്നുള്ളതാണ്. ഭയങ്കര ഒരു ഭയപ്പാടാണ് ഉണ്ടായത്. പക്ഷേ യെശയ്യാ 60:1 വചനം പറയുന്നുണ്ട്, എൻ്റെ വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ശരിക്കും ആ ഒരു അനുഭവമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം വിറച്ചു പോയി. കാരണം ഇത് ഉടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുമല്ലേ. ആ ഒരൊറ്റ വചനത്തിലൂടെ തന്നെ പെറ്റമ്മയെ പോലും നമ്മുടെ തത്സമയത്തെ അവസ്ഥകളെല്ലാം ആ ഒരൊറ്റ വചനത്തിൽ നമുക്ക് വെളിപ്പെട്ടു പോകും. ഈ ഇത്ര സംഭവബഹലമായ ഈ കഥകൾ നമ്മുടെ ഷെക്കന ടെലിവിഷൻ്റെ പ്രേക്ഷകരോട് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും പങ്കുവയ്ക്കാം. ഈ എപ്പിസോഡ് ഇപ്പം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വളരെ ആകാംക്ഷയോടെ ആയിരിക്കും അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാർ കാത്തിരിക്കുന്നത്. അതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബ്രദറിൻ്റെ ജീവിതാനുഭവത്തിൻ്റെ 2ാം ഭാഗം, വളരെ സംഭവബഹുലമായ കഥകൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ കേൾക്കാം. അതുവരെ വെയിറ്റ് ചെയ്യുക.